സിജു കണ്ണനിലേക്ക് പോകാം. സിജു മുണ്ടക്കയിലാണുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഈ ദുരന്തം തകർത്തെറിഞ്ഞ പ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുണ്ടക്കൈ. ആ മുണ്ടക്കൈ ഭാഗത്തെ ഇന്നത്തെ തെരച്ചിലുമായി ഇപ്പോൾ നടന്നുവരുന്ന തെരച്ചിലിൻ്റെ വിശദാംശങ്ങൾ രാവിലെ മുതൽ ഇവരെല്ലാം നൽകി വരുന്നു. അതിൻ്റെ തുടർച്ചയിൽ എന്തൊക്കെയാണെന്ന് സിജു കണ്ണനോട് തന്നെ ചോദിക്കാം. സിജു എനിക്ക് ഓർമ്മയുണ്ട്, ഷിരൂരിലെ അർജുൻ കാണാതായ ആ നാൾ മുതൽ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതാണ്. വീണ്ടും അവിടെ തെരച്ചിൽ, അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ അല്ലെങ്കിൽ പുനരാരംഭിക്കണം എന്ന ആവശ്യം നിൽക്കുന്നു. പക്ഷേ ഇപ്പോഴും അവിടെ അത് ആരംഭിച്ചിട്ടില്ല എന്നുള്ള വാർത്തകൾ. ഇന്നലെ അതിനുവേണ്ടി എത്തിയ മനുഷ്യർ പോലും, അവർക്ക് പോലും ഗംഗാവാലി പുഴയിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം ഭരണകൂടത്തിൻ്റെ അനുമതി ലഭിച്ചില്ല. ഈയൊരു അനുഭവം നേരിട്ട് ഉള്ള ഒരു മാധ്യമപ്രവർത്തകനാണ്. അവിടെ നിന്ന് അതെല്ലാം റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ വയനാട്ടിലേക്ക് വരുമ്പോൾ, അതും ഈ മുണ്ടക്കൈയിലേക്ക് വരുമ്പോൾ, അവിടുത്തെ തെരച്ചിൽ കാണുമ്പോൾ ആ തെരച്ചിലിൻ്റെ ഒരു സ്വഭാവം നേരത്തെ ജോഷിലോട് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒരു സമഗ്രത എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെ തരം അനുഭവങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനാവുക ഇപ്പോൾ? ശരത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈയിലാണ്. മുണ്ടക്കൈയിൽ തെരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു തെരച്ചിലിൻ്റെ ഒരു രീതി, ഈ രക്ഷാപ്രവർത്തകർ നേരിട്ടെത്തി വീടുകളുണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തുകയാണ്. കൃത്യമായും എല്ലാ ഭാഗങ്ങളും അരിച്ചു പെറുക്കിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. മുണ്ടക്കൈയിൽ ഇന്ന് നടക്കാൻ പോകുന്നത് ഈ പരിശോധനകൾക്ക് ശേഷം ആവശ്യമായ സ്ഥലത്ത് മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരത്ത് നേരത്തെ സൂചിപ്പിച്ച കാര്യം, ഷിരൂരുമായി ബന്ധപ്പെട്ട് ഈ രക്ഷാപ്രവർത്തനം കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, അവിടെ തുടർച്ചയായി 4-5 ദിവസങ്ങളിൽ പരിശോധനകൾ പോലും ആരംഭിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ വയനാട്ടിൽ നിൽക്കുമ്പോൾ, ഇത്രയും വലിയൊരു ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് 7ാം ദിവസമാണ്. 7ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ രക്ഷാപ്രവർത്തനം ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. മരണപ്പെട്ട ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞു, നിരവധി ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇനി 100-ലധികം ആളുകളെ കണ്ടെത്താനുണ്ട്. അതിനുവേണ്ടിയുള്ള തീവ്രമായ ഒരു പരിശ്രമമാണ് രക്ഷാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. 2 സ്ഥലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം കൃത്യമായും മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നിലയിൽ തന്നെ സൈന്യം, അതോടൊപ്പം തന്നെ NDRF, SDRF, അഗ്നിരക്ഷാസേന, പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുമ്പോൾ അതോടൊപ്പം തന്നെ കൈകോർത്തുകൊണ്ട് വിവിധ യുവജന സംഘടനകൾ, അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ തുടർച്ചയായി 7ാം ദിവസവും ഒരു തരത്തിലുള്ള മടിയും മടുപ്പുമില്ലാതെ കൈമെയ് മറന്നുകൊണ്ട് ഈ ദുരന്ത ഭൂമിയിൽ ഒരു നാടിനെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി, കാണാതായ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി, അതിനെ പഴയ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൈകോർത്തു നിൽക്കുന്നു. വളരെ സജീവമായി 7ാം ദിവസം എത്തി നിൽക്കുമ്പോൾ അത് വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു. അതാണ് ഈ 2 സംഭവങ്ങൾ തമ്മിലുള്ളൊരു വ്യത്യാസം മനസ്സിലാക്കുന്നത്. താരതമ്യേന ഷിരൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, ഷിരൂർ ഈ വലിയൊരു ദുരന്തവുമായി തട്ടിച്ചു നിൽക്കുമ്പോൾ ചെറിയൊരു അപകടം എന്ന നിലയിലേക്ക് അതിനെ കാണാം. മലയാളിയായ അർജുൻ ഉൾപ്പെട്ടതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയ വലിയ ഇടപെടൽ, അതോടൊപ്പം തന്നെ കേരളത്തിലെ സർക്കാർ നടത്തിയ വലിയ ഒരു ഇടപെടലിൻ്റെ ഭാഗമായാണ് പിന്നീട് അവിടെ പരിശോധന തന്നെ ആരംഭിച്ചത്. പക്ഷേ കേരളം ഒന്നടങ്കം ഈ ദുരന്തമുണ്ടായ മണിക്കൂറുകളിൽ ഇവിടേക്ക് ഒഴുകിയെത്തുകയും സർക്കാർ സംവിധാനവും എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഏതായാലും പരിശോധനകൾ മുണ്ടക്കൈയിൽ ഇന്ന് നടക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ശരത്തിനോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഈ ആളുകൾ നേരിട്ടിറങ്ങിയുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. വീടുകൾ നിരവധി ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഈ മുണ്ടക്കൈയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ, കടകൾ ഉൾപ്പെടെയുണ്ട്. അതിനെ ചുറ്റി സിജു, ആ കാണുന്നത് സ്ക്രീനിൽ ഇപ്പോൾ 2 ഭാഗത്തായിട്ട് ഒരു പ്രായമായ ആൾ നടന്നു വരുന്നു. 2 ഭാഗത്തായിട്ട് കെട്ടിടാവശിഷ്ടങ്ങൾ കാണാം. എന്താണതെന്നാണ് മനസ്സിലാക്കുന്നത്? വീടാണോ കടകളാണോ? നേരത്തെ സിജു പറഞ്ഞ പോലെ ശരത്ത്, പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്ന റോഡാണ്. ഇപ്പോൾ നമുക്കവിടെ രക്ഷാപ്രവർത്തകർ നിൽക്കുന്ന ആ ഭാഗത്ത് അതിൻ്റെ പിന്നിൽ കൂടിയാണ് പുഞ്ചിരിമട്ടത്തേക്ക് തേയിലത്തോട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു റോഡുള്ളത്. ഇവിടെ എല്ലാ ആളുകളും എത്തിച്ചേരുന്ന ഒരു പ്രധാന കവലയാണ് മുണ്ടക്കൈ എന്ന് പറയുന്നത്. അവിടെ ആ കാണുന്നത് ഒരു വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അതിന് തൊട്ടടുത്തായി നേരെ വീടുണ്ട്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഇവിടുത്തെ ആളുകൾ അധിവസിച്ചിരുന്നത്. ഒരു മസ്ജിദ് കാണാം, അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് ഒരു ക്രിസ്ത്യൻ ചർച്ചുമുണ്ട്. ഇങ്ങനെ ഇതിന് ചുറ്റുമായി നിരവധി കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. ഇതിൽ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ
ജുമാ മസ്ജിദ് തന്നെ നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. അത് ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതിനും മുകളിലായിട്ടാണ് ആ ക്രിസ്തീയ ദേവാലയം കാണാൻ ആവുന്നത് സിജു. അതിനും കേടുപാടുകളുണ്ട്. പക്ഷേ അത്രയും ഉയരത്തിലായതുകൊണ്ട് അത് കുറേ കൂടി അതിന് കേടുപാടുകൾ താരതമ്യേന അല്പം കുറവാണെന്ന് തോന്നി. ഇതൊക്കെ ദൂരക്കാഴ്ചകളിൽ നിന്നുള്ള ചില അനുമാനം മാത്രമാണ് സിജു. ശരത്ത്, വളരെ ഉയരത്തിലാണ് ഈ കവല സ്ഥിതി ചെയ്യുന്നത്, ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ആ പുഴ ഒഴുകിയിരുന്ന ഒരു പ്രദേശം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഈ മധ്യഭാഗത്ത് കൂടി ചെറിയ നീർച്ചാൽ പോലെ ഒഴുകുന്ന ഭാഗത്ത് കൂടിയാണ് ഈ പുഴ ഉണ്ടായിരുന്നത്. ഈ വനമേഖലയിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് ഒഴുകിപ്പോകുന്ന ആ പുഴയുണ്ടായിരുന്നത്. താരതമ്യേന ഇപ്പോൾ കാണുന്ന നിലയിൽ തന്നെ വലിയ വെള്ളമൊന്നുമില്ലാത്ത ചെറിയ പുഴയായിരുന്നു എന്നാണ് ആ പ്രദേശവാസികൾ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ആ പുഴ ഇത്രത്തോളം ഉയരത്തിൽ എത്തുകയും ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി കല്ലും മരങ്ങളുമെല്ലാം തന്നെ ഒഴുകിയെത്തി അത്രത്തോളം വലിയ ഒരു വെള്ളപ്പാച്ചിലുണ്ടായിക്കൊണ്ട് നേരത്തെ നമ്മൾ കാണിച്ച ആ മസ്ജിദിൻ്റെ മുകളിലേക്ക് വരെ ചെളിയും മണ്ണുമെല്ലാം തന്നെ എത്തുന്ന നിലയിലേക്ക്, അത്രയും ഉയരത്തിലേക്ക്, നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്തുള്ള ഒരു മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. അത് ഈ ഒരു പ്രദേശത്തെ, ഈ മുണ്ടക്കൈയെ ആകെ തന്നെ തകർത്തെറിഞ്ഞു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ കാണുന്ന ഈ ചെറിയ പുഴയുടെയും ഞാൻ നിൽക്കുന്ന റോഡിൻ്റെയും ഇടയിലായി നിരവധി വീടുകളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ റോഡിന് മുകളിലായി നിരവധി വീടുകളുണ്ടായിരുന്നു. പൂർണ്ണമായും ഈ പ്രദേശത്തെ വീടുകളെല്ലാം തന്നെ മണ്ണിനടിയിലേക്ക് പോയി. അതോടൊപ്പം തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ആ വ്യാപാര സ്ഥാപനങ്ങൾ അവരെ തകർത്തെറിയപ്പെട്ടു. അതിന് തൊട്ടടുത്തുള്ള വീട് തകർത്തെറിയപ്പെട്ടു. ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നതിന് മുകൾ ഭാഗത്തായി നിരവധി വീടുകളുണ്ടായിരുന്നു. അവിടെ ഒരു വീട്ടിലുണ്ടായിരുന്ന 4 പേരെ കാണാതായിരുന്നു. അതിലൊരു പെൺകുട്ടിയെ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത് എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പിന്നിലേക്ക് നോക്കിയാൽ വലിയ മരങ്ങൾ, ഈ വനമേഖലയിൽ നിന്ന് ഒഴുകിയെത്തിയ വലിയ മരങ്ങൾ അത്രത്തോളം ഉയരത്തിലേക്ക് വീശി എത്തിക്കൊണ്ട്, ഈ മലവെള്ളപ്പാച്ചിലിനൊപ്പം എത്തിക്കൊണ്ട് ഈ മുണ്ടക്കൈയെ പൂർണ്ണമായും തകർത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ കാണാൻ ഭംഗിയുള്ള വയനാടിൻ്റെ ഒരു പ്രദേശം, ഒരു ഉൾനാടൻ പ്രദേശം എന്ന നിലയിൽ മുണ്ടക്കൈ വളരെ പ്രസിദ്ധമായിരുന്നു എന്നാണ് ഇവിടെ വന്നിരുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത്. നല്ല കാഴ്ച നൽകിയിരുന്ന ഒരു പ്രദേശമായിരുന്നു. തേയിലത്തോട്ടങ്ങൾ, അതോടൊപ്പം തന്നെ ചെറിയ നീർച്ചാലും അത്തരം കാര്യങ്ങൾ, ചെറിയ ജനവാസ മേഖലയിൽ സാധാരണ ആളുകൾ കഴിഞ്ഞിരുന്ന ഒരു പ്രദേശം പൂർണ്ണമായും ഇല്ലാതായി. ആ ഭാഗത്ത് വീടുകളെല്ലാം തന്നെ പൂർണ്ണമായും തകർത്തെറിയപ്പെട്ടു. ഒരു 4-5 വീടുകൾ മാത്രമാണ് ഇപ്പോൾ ഈ ഭാഗത്ത്, മുണ്ടക്കൈ കവലയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ശരത്ത് സൂചിപ്പിച്ച ആ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഭാഗമായുള്ള മുകളിലുള്ള 1-2 സ്ഥാപനങ്ങൾ, ഒരു മദ്രസയുണ്ട്, അത്തരം സ്ഥാപനങ്ങൾ മാത്രമാണ് അവശേഷിച്ചത്. മറ്റെല്ലാം തന്നെ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിക്കൊണ്ടുപോയി. ഇത്രത്തോളം വീതിയിലാണ് ഈ പുഴ ഒരു മലവെള്ളപ്പാച്ചിലായി ബാക്കിയില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലും മിച്ചം വെക്കാത്ത വിധം ആ വലിയ ദുരന്തം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ട ഒരു നാടായി മുണ്ടക്കൈ മാറി. സിജു കണ്ണൻ, ആ മുണ്ടക്കൈ കവല എന്ന് പറയുന്ന ആ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, ഏറ്റവും മനോഹരമായിരുന്ന ഒരു സ്ഥലം, ആ നാടിൻ്റെ, ആ സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അവിടെ തകർന്നുപോയ കെട്ടിടങ്ങൾ, അതുപോലെ മനുഷ്യരില്ലാതായി പോയ മുണ്ടക്കൈ, ഇതേക്കുറിച്ചൊക്കെയാണ് സിജു കണ്ണൻ അവിടെ നിന്ന് സൂചിപ്പിച്ചത്. ആ ഭൂപ്രദേശം എങ്ങനെയാണ് മാറി തീർന്നത്, ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഏത് നിലയിലാണ് അതവിടം എന്നതാണ് ഓരോന്നും ദൃശ്യങ്ങൾ കാട്ടിക്കൊണ്ട് തന്നെ നമ്മളോട് സംസാരിച്ചത്. സിജു, ഇതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പോൾ കുറേ രക്ഷാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, അവർ സിജു നിൽക്കുന്ന ഭാഗത്തു കൂടി മുകളിലേക്ക്, എനിക്കൊന്നു നേരത്തെ പറഞ്ഞില്ല, പുഞ്ചിരിവട്ടത്തേക്ക് പോകുന്നത് പോലെയാണ് തോന്നിയത്. അവിടെ നിന്ന് പോകുന്ന ആ JCB ഒക്കെ കണ്ട സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് നടന്നു പോകുന്ന ഒരു കാഴ്ച കാണാനായല്ലോ. ശരത്ത്, ഈ ജനവാസ മേഖലയുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. ഈ ഭാഗത്തായിരുന്നു വീടുകളുണ്ടായിരുന്നത്. ആ ഭാഗത്താണ് പ്രധാനമായും പരിശോധനകൾ നടക്കുന്നത്. ഈ വീടുകളുണ്ടായിരുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നേരിട്ട് രക്ഷാപ്രവർത്തകർ ഇറങ്ങിക്കൊണ്ട് അവിടെ പരിശോധന നടത്തുകയാണ്. സംശയകരമായ സാഹചര്യത്തിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സിജു ആ നടന്നു പോകുന്ന ക്യാമറ ഫ്രെയിമിൻ്റെ ഇടതുഭാഗത്താണെന്ന് തോന്നുന്നു തകരാത്തൊരു ഒരു കൽക്കെട്ട് കാണുന്നുണ്ട്. പായൽ പിടിച്ച ഒരു കൽക്കെട്ട് ഉയർന്ന ഏതോ ഒരു പ്രദേശമാണ്. മറുഭാഗത്ത് ആ ആളുകൾ നടന്നു പോകുന്നതിൻ്റെ സൈഡിലായി കാണുന്നുണ്ട്. തകരാത്ത കൽക്കെട്ടിൻ്റെ ഒരു ഭാഗം കാണാനായി. ഇതാ ഈ ഭാഗത്ത് നോക്കൂ, അവിടെ എന്തോ കെട്ടിടം. അതെന്താണത്? വീടാണോ? ശരത്ത്,
ശരത്ത് അതൊരു വീടാണ്. ഈ ഇത്രത്തോളം ഉയരത്തിൽ, ഈ റോഡിന് റോഡിന്റെ ഉയരത്തിൽ വെള്ളം ഒഴുകിയെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വീട് കുറച്ചുകൂടി ഉയരത്തിലായതുകൊണ്ട് ആ വീടിന് വലിയ കേടുപാടുകൾ സംഭവിക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഈ വീട്ടിലുള്ളവരെ എല്ലാം തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ വളരെ ഉയരത്തിലുള്ള ചില വീടുകൾ, ചില സ്ഥാപനങ്ങൾ മാത്രമാണ് ഇവിടെ ഈ മുണ്ടക്കയിൽ അവശേഷിച്ചിരിക്കുന്നത്. മറ്റെല്ലാം തന്നെ ആ പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ, കവലയിൽ എല്ലാവരും എത്തിച്ചേരുന്ന സ്ഥലത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തകർന്നു പോയി. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നോക്കൂ. കാരണം ചെറിയൊരു പുഴയൊഴുകിയിരുന്ന ഒരു സ്ഥലത്ത് എത്രത്തോളം വീതിയിലാണ് ഈ മണ്ണ് അതോടൊപ്പം തന്നെ ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി കല്ലുകളും മരങ്ങളും എല്ലാം നിറയെ പാറക്കഷ്ണങ്ങളാണ്. ശരത്ത്, വലിയ പാറക്കല്ലുകളാണ്. നമുക്ക് ഒരുപക്ഷെ നമ്മളെക്കാൾ 2-3 ആളുകളുടെ ഉയരത്തിലുള്ള പാറക്കല്ലുകളെല്ലാം തന്നെ നേരത്തെ കാണിച്ച മസ്ജിദിൻ്റെ സമീപത്തേക്ക് ഒഴുകിയെത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ ആലോചിച്ച് നോക്കണം. ഇത്രത്തോളം വീതിയിൽ, നമുക്ക് ഒരു ഭാഗത്ത് വനമേഖലയാണ്, ആ വനമേഖലയിൽ നിന്ന് ഈ മുണ്ടക്കൈ വരെ ഏതാണ്ട് 600-700 മീറ്റർ വീതിയിൽ വളരെ ഉയരത്തിൽ ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി കല്ലും പാറക്കല്ലുകളും അതോടൊപ്പം തന്നെ മരങ്ങളും എല്ലാം തന്നെ കുത്തിയൊലിച്ചു പോവുകയായിരുന്നു. അതിനൊപ്പമാണ് ഇവിടെയുള്ള വീടുകളെല്ലാം തന്നെ പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ഈ പ്രഭവ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കും. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ പരിശോധന നടത്തുകയാണ്. പ്രധാനമായും ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി ഈ കല്ലും മണ്ണുമെല്ലാം തന്നെ ഒഴുകിപ്പോയി രൂപപ്പെട്ട ആ പ്രദേശത്ത് പൂർണ്ണമായും പരിശോധന നടത്തുക എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. സൈന്യം ഈ പരിശോധനയുടെ ഭാഗമായുണ്ട്. സൈന്യമാണ് പ്രധാനമായും ഇതിനെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത്. അവരുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും ഈ താഴെ നിന്ന് ചൂരൽമല ഭാഗത്ത് നിന്ന് തുടങ്ങി മുകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ സിജു അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കാണാം ഈ ഇതിന്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ശരത്ത്, ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഈ വനത്തിനകത്ത് 2 കിലോമീറ്റർ അകത്താണ്. ഇപ്പോൾ ആ ഭാഗത്ത് കോടമഞ്ഞിറങ്ങിയതുകൊണ്ട് കൃത്യമായും അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ എന്നാലും ആ ഭാഗത്ത് നിന്നാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം. പിന്നീട് അവിടെ നിന്ന് കുത്തിയൊലിച്ച് താഴെ ഭാഗത്തുള്ള മരങ്ങൾ അതോടൊപ്പം തന്നെ വലിയ പാറക്കല്ലുകളുമെല്ലാം തന്നെ ഒഴുകിയെത്തുകയായിരുന്നു. ഇങ്ങനെ ഒഴുകിയെത്തിയ മലവെള്ളപ്പാച്ചിൽ ആദ്യം നാശം വിതക്കുന്നത് പുഞ്ചിരി മട്ടത്താണ്. പുഞ്ചിരി മട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. വലിയ പാറക്കല്ലുകൾ, മരങ്ങളെല്ലാം തന്നെ ഒഴുകിയെത്തിക്കൊണ്ട് ആ ഭാഗം പൂർണ്ണമായും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ മലവെള്ളപ്പാച്ചിൽ വരുന്നത്. പിന്നീട് അതിന് തൊട്ട് താഴെ മുണ്ടക്കൈയും പൂർണ്ണമായും നാമാവശേഷമാക്കിയ ശേഷം പിന്നീട് ചൂരൽമലയിലേക്ക് ഒഴുകിപ്പോവുകയായിരുന്നു. നമ്മൾ അന്നു മുതൽ പറഞ്ഞു വന്ന അതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എവിടെയാണ്, അവിടെ നിന്ന് എങ്ങോട്ടാണ് ഈ വലിയ ഉരുളുപൊട്ടി ഈ വലിയ ദുരന്തം വിതച്ച ആ ഒരു കുത്തൊഴുക്ക് ഉണ്ടായത് എന്നുള്ളതാണ് വളരെ സ്പഷ്ടമായി നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. അങ്ങനെ ചൂരൽമലയിൽ നിന്ന് കയറി മുണ്ടക്കൈ, മേലെ മുണ്ടക്കൈയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് സിജു സൂചിപ്പിച്ചു പോലെ ഇങ്ങനെ പുഞ്ചിരിവട്ടത്തേക്ക് വന്ന് ആ ഒരു ദുരന്തം വിതച്ച ഓരോ നാടും, അവിടെ ഓരോ പ്രദേശവും ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ ആകെയും അത് പരിശോധന, തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും വരുന്നത്. ഒരു ഭാഗത്ത് ചൂരൽമലയിൽ നടത്തുന്ന തെരച്ചിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ മുണ്ടക്കൈയിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് സഞ്ചരിച്ച് ഇപ്പോൾ നടക്കുന്ന തെരച്ചിലിൻ്റെ തത്സമയ വിവരങ്ങൾ കണ്ടു.